اللطيف يا ودود يا الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا نبي الله حسبي الله حسبي الله حسبي الله ونعم الوكيل نعم المولى ونعم النصير فرضان رمضان നോമ്പ് നീ എന്നറിയണേ ഒഴിക്കുന്നതും വൻ കുറ്റമാണെന്നോർക്കണേ ബദനിന്റെ അമലിൽ അഫ്ളലും നിസ്കാരമാ പിന്നീട് സെട്ടത യുള്ള അമലത് നോമ്പുമാ പരിശുദ്ധ മാസത്തിന്റെ ആദ്യം തന്നെയായി സ്വർഗത്തിനുള്ള വാക്കുകൾ തുറക്കുന്നതായി ജഹന്നമിന്റെ വാക്കുകൾ അടക്കപ്പെടും സൈത്താന സങ്കര കൊണ്ട് കൂട്ടിയിടപ്പെടും വേദിയിൽ ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മഹലിന്റെ കർമ്മധീരരായ ഇതിന്റെ ഭാരവാഹികളെ, നല്ലവരും നല്ലവരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ കൂടലും പിരിയലും അവൻ ഇഷ്ടപ്പെട്ടതാക്കി മാറ്റുമാറാകട്ടെ. ഇതിലും സന്തോഷത്തിനാൾ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെ ഒന്നിപ്പിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി നമ്മൾ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു തീർക്കാൻ ജഗന്നിയന്താവായ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ കുറേ പഴയ ആളുകൾ നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഖബർ സ്വർഗമാക്കി നൽകുമാറാകട്ടെ. വലിയ ആമുഖങ്ങളിലേക്കോ അക്ഷരഭംഗികളിലേക്കോ ഒന്നും കടക്കാതെ പരിശുദ്ധമായ ഹൃദയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിച്ച് റഹ്മത്തിന്റെ 10 നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് ഇനി മഗ്ഫിറത്തിന്റെ 10ലേക്കാണ് നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത്. അള്ളാഹു ഒരുപാട് ആളുകൾക്ക് താൻ ചെയ്ത പാപങ്ങളെ വിട്ടുപുറത്ത് മാപ്പ് നൽകുന്ന ഒരു 10 കൂടെയാണ് ഈ 10. അള്ളാഹു അതിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറായി. പരിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട്, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് ഞാൻ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയതുപോലെ. എന്ന് വെച്ചാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരു കൃത്യമായ കണ്ടീഷനോടുകൂടെ ഇതുപോലെ നോമ്പ് നോക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ വ്രതമനുഷ്ഠിക്കുക എന്നുള്ളത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായതായിരുന്നുവെങ്കിൽ സ്വാമ എന്നതിന്റെ ഭാഷ അർത്ഥം അൽ ഇംസാക്, പിടിച്ചു നിർത്തുക എന്നത് മാത്രമാണ്.
മിനശ്ശഹ്വാത്ത്, മുഴുവൻ വിചാരങ്ങളിൽ നിന്നും തന്റെ ശരീരത്തെ കൃത്യമായി പിടിച്ചു നിർത്തുകയാണ് പരിശുദ്ധ റമദാനിലൂടെ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നോമ്പിനെ കുറിച്ച് ഖുർആൻ കൃത്യമായി പറയുന്നു, യഅനി സമതൻ അനിൽ കലാം, മിണ്ടാതിരിക്കുക എന്നായിരുന്നു മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നോമ്പ്. മഹാനായ കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ നോമ്പിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അല്ലാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി അല്ലാഹു അവിടുന്ന് പറയുന്നതിന്റെ മുമ്പ് മൂസാ നബി അതിനു വേണ്ടി അല്ലാഹു പ്രാപ്തനാക്കുന്നുണ്ട്. വവഅദ്നാ മൂസ 30 ലൈല, 30 ദിവസത്തോളം മൂസാ നബി അലൈഹിസ്സലാമിനോട് നോമ്പ് നോൽക്കാൻ വേണ്ടി അല്ലാഹു അവിടുന്ന് ഒരു കരാർ പറയുകയാണ്. എന്നാൽ 30 ദിവസം വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഒരു ഇല കഴിച്ചുകൊണ്ട് തന്റെ അതുവരെ കൃത്യമായി വൃത്തിയല്ലാത്ത വായയെ വൃത്തിയാക്കിയപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, 10 ദിവസം കൂടെ നോമ്പ് നോറ്റ് കൃത്യമായിട്ട് പിന്നീട് വേണം അല്ലാഹുമായി സംസാരിക്കാൻ. കാരണം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഹൂഫു ഫമിസ്സാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, ദുർഗന്ധം ഉച്ച സമയം കഴിയുമ്പോൾ കുറച്ചു കഴിഞ്ഞാൽ നോമ്പുകാരന്റെ വായയിൽ നിന്ന് വരുന്ന ദുർഗന്ധം പോലും അത്യബു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികിൽ സുഗന്ധം നൽകുന്നതാണ്. എന്തിനേക്കാൾ? മിൻ റീഹിൽ മിസ്ക്, മിസ്കിനേക്കാൾ. മിസ്ക് എന്ന് പറഞ്ഞാൽ വലിയ സുഗന്ധം നൽകുന്നതാണ്. അതിനേക്കാൾ സുഗന്ധമാണ് നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധത്തിന് എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. അപ്പോ നോമ്പിൽ അങ്ങനെ കടന്നു വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു അവസാനം പറഞ്ഞു, ലഅല്ലകും തത്തഖൂൻ, ഹൃദയവും തഖ്വയും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ നോമ്പിനെ നിർബന്ധമാക്കിയത്. അതുകൊണ്ടാണ് ഹദീസിലൂടെ മുത്തുനബി പറയുന്നത്, വകം മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ് വൽ അദ്ശ്, നോമ്പുകാരുണ്ട്, അവരുടെ നോമ്പ് കൊണ്ട് അല്ലാഹു അവർക്ക് നൽകാൻ പോകുന്നത് കുറെ പട്ടിണിയും കുറെ ദാഹവുമാണ്. വകം മിൻ ഖായിമിൻ, കുറെ തറാവീഹും തഹജ്ജുദും വിത്റും നിസ്കരിച്ച് രാത്രി മുഴുവനും പകലുകളാക്കുന്ന ആളുകൾ, ലൈസ ലഹു ബിഖിയാമിഹി ഇല്ല സഹർ, അവന്റെ ആ നൃത്തവും അവന്റെ ആ ചെലവഴിക്കലും കൊണ്ട് അല്ലാഹു നൽകുന്നത് ഇല്ല സഹർ, കുറെ ശരീരം ക്ഷീണിച്ചു പോയി എന്നല്ലാതെ വേറൊരു പ്രതിഫലവും ഇല്ല എന്ന് അല്ലാഹുവിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പറഞ്ഞത്, ലഅല്ലകും തത്തഖൂൻ, തഖ്വ ഉണ്ടാകാനാണ് നോമ്പ്. എന്നിട്ട് പറയുകയാണ്, ഹൃദയം നന്നാകാനാണ് നോമ്പ്. അതുകൊണ്ടാണ് 2 മാസം മുന്നേ അല്ലാഹുവേ റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണം, വബല്ലിഗ്നാ റമദാൻ എന്ന് പറഞ്ഞ് ശരീരത്തെ മുഴുവൻ മ്ലേച്ഛതയിൽ നിന്നും വൃത്തിയാക്കി പരിശുദ്ധ റമദാനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരുങ്ങാൻ പറഞ്ഞത്. എന്നിട്ട് ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ള ഹൃദയത്തിനാണ് നോമ്പ് അല്ലാഹു നൽകുന്നത്. നോക്കൂ, റമദാനിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ ലാ യദ്ഖുലുഹു ഇല്ല സായിമൂൻ, സ്വർഗ്ഗത്തിൽ ഒരു കവാടമുണ്ട്, ആ കവാടത്തിന്റെ പേര് റയ്യാനാണ്. ആ റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ നോമ്പുകാരല്ലാതെ വേറെ ആരും കടന്നു പോകാത്ത കവാടമാണ്. ആ കവാടത്തിനോട് അല്ലാഹു റമദാൻ ഒന്നിന് പറയും, ഇത്തഖദീ സീനതകി, നിന്റെ ഭംഗി ഒന്ന് ഒരുങ്ങി തയ്യാറായി നിന്നെ കാത്തിരിക്കുന്ന നോമ്പുകാരെ ഒന്ന് സ്വീകരിക്കാൻ ഒരുങ്ങി തയ്യാറാകണമെന്ന് പറഞ്ഞ റമദാൻ 30 ആകുമ്പോ ചില നോമ്പുകാരെ ഔട്ട് ചെയ്യും, പുറത്താക്കും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയിലെ മിമ്പറിലേക്ക് കയറുമ്പോ ഓരോ സ്റ്റെപ്പും കയറുമ്പോ ആമീൻ 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 എന്ന് പറയുന്നു. എന്ത് ദുആ ചെയ്തു, ആര് ദുആ ചെയ്തു, ദുആ ചെയ്യുന്നതൊന്നുമേ സ്വഹാബികൾ കേൾക്കുന്നില്ല. ഇറങ്ങി വന്നപ്പോൾ റസൂലുള്ളാഹി ആശ്ചര്യത്തോടു കൂടെ ചോദിച്ചു, നബിയെ, നിങ്ങൾ ഓരോ പടി കയറുമ്പോഴും ആമീൻ ആമീൻ എന്ന് പറഞ്ഞിരുന്നു, എന്താണ് കാരണം? മൻ അദറക അലൈഹി റമദാൻ ഫലം യുഗ്ഫർ ലഹു റഗിമാൻ സുമ്മ റഗിമാൻ മൻ അദറക അലൈഹി റമദാൻ ഫലം യുഗ്ഫർ ലഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബികളെ, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞു, ഒരുത്തനക്ക് നാശം. മൻ അദറക അലൈഹി റമദാൻ,
റമദാൻ വന്നിട്ട് ഫലം യുഗ്ഫർ ലഹു ദോഷങ്ങളെ പൊരുത്തപ്പെട്ടു കൊടുക്കാത്ത ഒരുത്തനക്ക് നാശമെന്ന് ദുആ ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. ആമീൻ പറഞ്ഞു മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ കൃത്യമായി അനുകൂലമായി സാക്ഷി നിൽക്കണം. അതിനെന്തു വേണം? പരിശുദ്ധമായ ഹൃദയവും നന്നാകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി. ഒരു മനുഷ്യന്റെയും ഒരു ശരീരത്തിന്റെയും മനുഷ്യ ഹൃദയത്തിന്റെയും ഒരു ശരീരത്തിന്റെയും ഇടയിൽ അല്ലാഹു ഒരു മറയുണ്ട്. ആ മറയെ നീക്കുക എന്നുള്ളതാണ് മുത്തഖിയായ ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ജോലി. ആ മറയെ നീക്കി അല്ലാഹുവിലേക്ക് ആ ഹൃദയത്തെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് മുത്തഖിയായ ഒരു മനുഷ്യന്റെ ജോലി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളോട് പറഞ്ഞത്, സ്വഹാബ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത സലഹൽ ജസദു കുല്ലു വഇദാ ഫസദത ഫസദൽ ജസദു കുല്ലു. മനുഷ്യ ശരീരത്തിൽ ഒരു അവയവമുണ്ട് സ്വഹാബത്തെ. ആ അവയവം അങ്ങ് നന്നായി കഴിഞ്ഞാൽ മനുഷ്യ ശരീരം മുഴുവനും നന്നാവുകയാണ്. വഇദാ ഫസദത ഫസദൽ ജസദു കുല്ലുഹു. ആ അവയവം അങ്ങ് നാശം വന്നു പോകുമ്പോൾ മനുഷ്യന്റെ ശരീരം മുഴുവനും നാശം വന്നു പോവുകയാണ്. സ്വഹാബികൾ ആശ്ചര്യത്തോടുകൂടെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഏതാണ് ആ അവയവം നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അലാ വഹിയൽ ഖൽബ്. ഹൃദയമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ തഖ്വ എവിടെയാണെന്ന് സ്വഹാബികളോട് പറഞ്ഞു കൊടുത്തത്. അത്തഖ്വാ ഹാഹുനാ, അത് ഹൃദയത്തിലാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ ഹൃദയത്തിനെ കുറിച്ച് കൃത്യമായി മനുഷ്യർക്ക് ഉത്ബോധനം നൽകിക്കൊണ്ടാണ് കടന്നുപോയത്. അബ്ദുല്ലാഹി ഇബ്നു തസ്ഫരി റളിയല്ലാഹു തആല താബിഈങ്ങളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ്. മഹാനദിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്ന് പറഞ്ഞു, അബ്ദുല്ലാ എന്നവരെ, ദഖലൽ സുദാരി, കള്ളനന്റെ വീട്ടിൽ കയറിയിരിക്കുകയാണ്. മാത്രല്ല എന്റെ വീട്ടിലുള്ള മുഴുവൻ ചരക്കുള്ള മനുഷ്യൻ കൊണ്ടുപോയി. ചോദിച്ചു, അല്ലാഹുവിനോട് നന്ദി ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യനാകെ ബേജാറായി, പടച്ചോനെ കള്ളം കയറിയിട്ട് എന്റെ മുഴുവൻ സാധനങ്ങളും കൊണ്ടുപോയപ്പോ പറഞ്ഞത് ഉഷ്കുറില്ല, അല്ലാഹുവിനോട് നന്ദി ചെയ്യാനാണല്ലോ. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു തസ്തരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലൗ ദഖലൽ ഖൽബക അഫ്സദൽ ഈമാൻ. ആ ലിസ് എന്ന് പറഞ്ഞ് കള്ളൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് യാനി ശൈത്താൻ. ശൈത്താനാണ് നിന്റെ ഹൃദയത്തിലേക്ക് കയറിയിരുന്നതെങ്കിൽ അഫ്സദൽ ഈമാൻ, ഈമാൻ നശിച്ചു പോയിരുന്നു. ഈമാൻ ഓക്കേ അല്ലേ? ഈമാൻ പെർഫെക്റ്റ് അല്ലേ? ചില സാധനങ്ങൾ പോയി, അത് നമുക്ക് വാങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്നൊരു ദുആയോടുകൂടെ ഈ മനുഷ്യനെ മഹാനവറുകൾ തിരിച്ചു. നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് ഹൃദയത്തെ കൃത്യമായി നന്നാക്കണമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വരികയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല കടന്നു വരുമ്പോൾ ഒന്ന് രണ്ട് തവണ കടന്നു വന്നപ്പോൾ മുത്തുനബി സ്വഹാബികളോട് പറഞ്ഞു, ഹുവ യസ്റഉ അലൈക്കുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വഹാബത്തെ ഇതാ കടന്നു വരാൻ പോവുകയാണ്. സ്വർഗ്ഗാവകാശിയായ ഒരു സ്വഹാബി കടന്നു വരാൻ പോവുകയാണ്. 3 ദിവസമാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് തുടർച്ചയായി പറഞ്ഞത്. ഇത് കേട്ടപ്പോഴാണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആശ്ചര്യം വരികയാണ്. എന്ത് ആരാധനയാണ് സഅദ് ചെയ്യുന്നത് എന്ന വലിയ ആശ്ചര്യം കടന്നു വരികയാണ്. 3 ദിവസവും അല്ലാഹുവിന്റെ റസൂൽ കണ്ടിന്യൂ ആയി തുടർച്ചയായി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഅദ് എന്നവരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സഅദേ,
ഞാൻ നിങ്ങളുടെ വീട്ടിൽ 3 ദിവസം പാർക്കാൻ വരികയാണ്, താമസിക്കാൻ വരികയാണ്. അതിഥി സൽക്കാരത്തിന് വലിയ മാനം കൽപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. സഅദ് എന്നവർ പറഞ്ഞു, അംറേ കടന്നു വരണം. വീട്ടിലുള്ള മുഴുവൻ സൗകര്യങ്ങളും കടന്നു വന്ന് അതിഥിക്ക് വേണ്ടി, ഗസ്റ്റിന് വേണ്ടി ഒരുക്കി കൊടുക്കുകയാണ്. രാത്രിയാകുമ്പോ ലൈറ്റുകൾ മുഴുവനും അണയാൻ തുടങ്ങുമ്പോൾ അമ്രന്നവരെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. സഅദിന്റെ റൂമിന്റെ ചാര പോവുകയാണ്. എപ്പോഴാണ് സഅദിന്റെ വീടിന്റെ റൂമിന്റെ ലൈറ്റുകൾ അവിടുന്ന് കത്തുന്നത്? എത്ര നേരമാണ് പാതിരാത്രിയിൽ ആരാധന ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി അമ്രന്നവര് സഅദിന്റെ റൂമിന്റെ മുമ്പിൽ ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്. ദിവസം കഴിഞ്ഞപ്പോൾ കുറെ നേരം കഴിഞ്ഞു, കുറെ നിന്നു. സുബ്ഹിയുടെ 10 മിനിറ്റ് മുന്നേ എഴുന്നേറ്റു തഹജ്ജുദ് നിസ്കരിച്ചു പള്ളിയിലോട്ട് പോവുകയാണ്. പിറ്റേ ദിവസവും 3-ാമത്തെ ദിവസവും ഇതേ കാര്യം തന്നെ ഇങ്ങനെ തുടർച്ചയായി നടക്കുകയാണ്. സഅദ് എന്നവര് ചോദിക്കുകയാണ്, അംർ എന്നവര് സഅദ് എന്നവരോട് ചോദിക്കുന്നു, സഅദേ 3 ദിവസം ഞാൻ നിന്റെ വീടിന്റെ റൂമിന്റെ മുമ്പിൽ നിന്നപ്പോഴും ഞാൻ ചെയ്യുന്ന ആരാധന മാത്രമാണ് അങ്ങ് ചെയ്യുന്നത്, അതിന്റെ അപ്പുറത്തേക്ക് ഒരു ആരാധനയും അങ്ങ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ വേറെയൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു ആരാധന എന്ന് പറഞ്ഞാൽ ലാ അജിദു അലാ അഹദിൻ മിനൽ മുസ്ലിമീന ഗിസ്സാ. ഞാൻ ലോകത്തിലെ മനുഷ്യനോട് വെറുപ്പ് വെക്കാത്തയാളാണ്, ലോകത്തിലെ മനുഷ്യനോട് വെറുപ്പ് വെക്കാത്തയാളാണ്. എന്റെ ഹൃദയം ശുദ്ധിയാ, എന്റെ ഹൃദയം ശുദ്ധിയുള്ളതാ. ഇതങ്ങ് പറഞ്ഞപ്പോ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. എന്നിട്ട് പറയുന്നു, സദ്ദഖ്ത യാ സഅദ്, അങ്ങ് സത്യം പറഞ്ഞിരിക്കുകയാണ്. അങ്ങ് നിസ്കരിക്കുന്നതും നോമ്പ് നോക്കുന്നതും ഖുർആൻ ഓതുന്നതും എല്ലാം പരിമിതി കൊണ്ട് തന്നെയാണ്, എല്ലാം ഒരു നോർമലായ ആള് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ അങ്ങയുടെ ഹൃദയം ശുദ്ധിയുള്ളതാ, ഹൃദയം ശുദ്ധിയുള്ളതായതുകൊണ്ടാണ്. അതുകൊണ്ടല്ലയോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മുത്തുനബി എവിടെ പറയുന്നു, മുത്തുനബി എവിടെ പറയുന്നു, അവിടെ ചേർത്ത് നിർത്തുന്ന പേരിന്റെ ഉടമയാണ് അബൂബക്കർ സിദ്ദീഖ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഇസ്ലാമിലേക്ക് എന്റെ കൂടെ അബൂബക്കറിനോട് ചെന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ഉടനെ നബിയേ അങ്ങയുടെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ് കടന്നു വരികയാണ്. മുകളിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് കടന്നു പോകുമ്പോ ശത്രുക്കളെ പിന്നാലെ കൂടിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഴുവൻ പ്രൊട്ടക്ഷനും ഏറ്റെടുത്തുകൊണ്ട് മുത്തുനബിക്ക് മുഴുവൻ സംരക്ഷണവും നൽകിയത് മുത്തുനബിയുടെ കൂട്ടുകാരനായ അബൂബക്കർ അല്ലാഹുവിന്റെ റസൂലിന്റെ ബദറിന്റെ രണാങ്കണത്തില്, പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണാങ്കണത്തില് അല്ലാഹുവിന്റെ റസൂലിന്റെ ബദറിലെ അരീസ് എന്ന് പറയുന്ന ഒരു ടെന്റ് നിർമ്മിച്ചു നൽകുകയാണ്. ബദറിൽ പോയാൽ ആ ഭാഗത്താണ് മസ്ജിദ് അരീസ് നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ബദർ നിൽക്കുമ്പോ സ്വഹാബികൾ ഒരു ടെന്റ് നിർമ്മിച്ചു നൽകി. പുറത്തൊരു വാഹനവും കൊടുത്തൊരു ഒട്ടകത്തെയും നിർത്തിക്കൊണ്ട് സ്വഹാബികളോട് അല്ലാഹുവിന്റെ റസൂല് യുദ്ധത്തിന്റെ മുഴുവൻ മുറകളും പറഞ്ഞു കൊടുത്ത് വേണ്ട നിർദ്ദേശങ്ങൾ മുഴുവനും നൽകിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ പറഞ്ഞു, ബദറിന്റെ ദിനങ്ങളാണ് വരാനുള്ളത്, യാ റസൂലല്ലാഹ് യുദ്ധം തുടങ്ങാൻ പോവുകയാ,
വളരെ കുറച്ച് സൈന്യം മാത്രമാണ് നമ്മളുള്ളത്, നിരായുധരാണ്, ആയുധമില്ലാത്തവരാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങിയിട്ട് ബദറിന്റെ രണാങ്കണത്തിൽ കിടന്ന് ഞങ്ങൾ ശഹീദാവുകയാണെങ്കിൽ ഇസ്ലാം പരാജയപ്പെട്ടെന്ന് കണ്ട ഈ ഒട്ടകപ്പുറത്തു മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങ് യാത്ര ചെയ്യണം. അങ്ങ് ശത്രുക്കളുടെ പിടിയിൽ അങ്ങ് മുറുകി കൊടുക്കരുത്. ഞങ്ങൾ ഇവിടെ കിടന്ന് ശഹീദാകാൻ തയ്യാറാണ്. ബദറിന്റെ രണാങ്കണത്തിൽ ഇത് മുഴുവനും പറഞ്ഞപ്പോ സ്വഹാബികൾ എല്ലാവരും ചോദിച്ചു, ഇനി അരീസിന്റെ കാവൽക്കാരനാരാ? ഇനി അരീസ് എന്ന ടെന്റിന്റെ കാവൽക്കാരനാരാ? എല്ലാവരും വിശുദ്ധമായപ്പോ പതുങ്ങിയ ശബ്ദത്തിലൊരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാ, അനയാ റസൂലല്ലാഹ്, അരീസ് എന്ന് പറയുന്ന ടെന്റിന്റെ കാവൽക്കാരൻ അങ്ങയുടെ കൂട്ടുകാരനായ, അങ്ങയുടെ ഇഷ്ടമിത്രനായ, അങ്ങയുടെ എല്ലാമായ അബൂബക്കർ ഉള്ളപ്പോ വേറെ ആര് നിൽക്കാനാ നബിയേ? അബൂബക്കർ തങ്ങൾ അരീസ് എന്ന് പറയുന്ന ടെന്റിന്റെ കാവൽക്കാരനാവുകയാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരൻ ബാബുസലാമിനോട് നമ്മൾ കടന്നുപോയി. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന സലാം കഴിഞ്ഞ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും സലാം പറയുന്നത് അസ്സലാമു അലൈക യാ അബൂബക്കർ. മുത്തുനബിയുടെ ഓരത്താണ് കിടക്കുന്നത്. നാളെ സ്വർഗത്തിലോ എന്റെ അബൂബക്കറിന്റെ കൂടെ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ അബൂബക്കർക്ക് ഈ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ്? സ്വഹാബികൾ പറയാണ്, ലം യഫ്ദലുക്കും അബൂബക്കർ ലാ ബികസറത്തി സ്വലാഹ് വലാ ബികസറത്തി സിയാം വലാകിന്നഹു ബിസയ്യിഖി ഫീ ഖൽബി. ദൈവത്തിന്റെ വിശാലതയാണ്. ഒരേ നിസ്കാരോ ഒരേ നോമ്പൊന്നുമല്ല അബൂബക്കർ തങ്ങളെ ഈ സ്ഥാനത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം ഹൃദയത്തിന് വിശാലതയുണ്ടായി എന്ന് സ്വഹാബികൾ അബൂബക്കർ തങ്ങളെ കുറിച്ച് എഴുതി വെക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഹൃദയത്തിന്റെ വിശാലതയുടെ ഹൃദയം നന്നായാലാണ് ഈ ആരാധനകളെ കൊണ്ട് അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളോട് പറഞ്ഞത്, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദ്. സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബത്തെ, ഹൃദയം തുരുമ്പ് പിടിക്കുട്ടോ. ഇരുമ്പ് എങ്ങനെയാണോ തുരുമ്പ് പിടിക്കുന്നത്, അതുപോലെ മനുഷ്യ ഹൃദയങ്ങളെ മുഴുവനും തുരുമ്പ് പിടിക്കാൻ തുടങ്ങും. സ്വഹാബികൾ ചോദിച്ചു, ഇരുമ്പ് തുരുമ്പ് പിടിച്ചാൽ മാറ്റാനുള്ള വഴികൾ ഭൗതികമായി നമുക്ക് നിലനിൽക്കുകയാണ്, ഹൃദയങ്ങൾ തുരുമ്പ് പിടിച്ച എങ്ങനെ നബിയെ നന്നാക്കുക? ഫമാ ജലാഉഹ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഴികളുണ്ട്. ഇന്ന ദിക്റൽ മൗത്ത് വ ഖിറാഅത്തുൽ ഖുർആൻ. മരണചിന്തയാണ്. നിങ്ങൾ, നമ്മുടെ മുൻഗാമികൾ പലരും ഇന്നാറടി മണ്ണിലാണ്. നമ്മൾ ആരും മരിക്കരുതേ, പെട്ടെന്നൊന്നും വിട പറഞ്ഞു പോകരുതേ എന്ന് കരുതിയ പല ആളുകളും ഖബറിലാണ്. അങ്ങനെയാണ്, ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണ്. ചിലപ്പോ കല്യാണ വീട്ടില് പുതിയാപ്പിളനെയാണ് മരണമെന്ന് കൊണ്ടുപോവുക, പുതിയണ്ണിനെയാണ് മരണമെന്ന് കൊണ്ടുപോവുക. അത് മരണത്തിനറിയില്ലല്ലോ മരണം എങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ് അൽ യുഹ്ശർ മഅ ശുഹദാഇ അഹദുൻ യാ റസൂലല്ലാഹ്. നബിയേ, ചോദ്യം ചോദിച്ചത്, നബിയേ, ശുഹദാക്കളോട് കൂടെ നാളെ ആരെങ്കിലും ഒരുമിച്ച് കൂട്ടുമോ നബിയേ? ആയിഷ, നഅം. ആരാണ്? മൻ യദ്കുറുൽ മൗത ഫീ യൗമിൻ വലൈല 20 മറ. 20 തവണ ഞാൻ മരിക്കുമെന്ന ചിന്ത ഹൃദയത്തിലുള്ള ആളുകൾക്കാണ് നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ശുഹദാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞ വിഭാഗമാണ് അവർ. മഹ്ശറയിൽ ശുഹദാക്കളോടുകൂടെയാണ്. അതുകൊണ്ട് മരണമെന്ന ചിന്ത വലിയ ചിന്തയാണ്. റബ്ബേ,
എപ്പോഴാണെന്നറിയൂല, ഏത് സമയത്താണെന്നറിയൂല. അല്ലാഹു അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എത്ര ആളുകൾക്ക് പറയാണ്ടാവും, ഉമ്മമാർക്കും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും എത്രയോ നമ്മളാരും ആഗ്രഹിക്കാത്ത, പടച്ചോനെ മനസ്സിന്ന് മാറാത്ത മായാത്ത മരണത്തിന്റെ എത്രയോ കഥകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് മരണചിന്തയാണ്. രണ്ടാമത്തത് ഖിറാഅത്തുൽ ഖുർആൻ. മുതലാണ് ഈ മാസം ഖുർആന്റെ മാസം കൂടെയാണ്. ഈ മാസം ഖുർആനിന്റെ മാസം കൂടെയാണ്. നോക്കൂ നിങ്ങൾ, 39ാമത്തെ വയസ്സാകുമ്പോഴാണ് 39ാമത്തെ വയസ്സാകുമ്പോഴാണ് ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, ഉപ്പയില്ലാത്ത ഒരു വർഷം. അതായത് അല്ലാഹുവിന്റെ റസൂൽ ജബലുൻ നൂറിന്റെ മുകളിലേക്ക് കയറി പോവുകയാണ്. ഇന്ന് കൃത്യമായ സ്റ്റെപ്പുകളുണ്ട്, സൈഡിലൂടെ നമുക്ക് പിടിച്ചു പോകാനുള്ള കമ്പികളുണ്ട്. നമുക്ക് പോയവർക്കറിയാം, ഈ നിലവിൽ പകുതി വരെ വാഹനം വന്നു നിൽക്കും ജബലുൻ നൂറിന്റെ മുകളിലേക്ക്. പുതിയ സൗദി സർക്കാരിന്റെ അവിടുത്തെ ടൂറിസ്റ്റിന്റെ ഡെവലപ്മെന്റുമായി പകുതി വരെ ജബലുൻ നൂറിലേക്ക് വാഹനം എത്തുകയാണ്. അന്നത്തെ കാര്യമാരെ ചോക്കി, മക്ക മദീന പ്രവിശ്യ എന്ന് പറഞ്ഞാൽ മലകളെ കൊണ്ട് ചുറ്റും ചെയ്ത വലയം ചെയ്ത ഒരു പ്രവിശ്യകളാണ്. ജബൽ അബീ ഖുബൈസിനെ പോലെ, അതുപോലെ മലകളെ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ് മദീനയിലെ ഉഹദ് പർവതത്തെ പോലെ. അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോകുമ്പോൾ ഇന്നലെ റമദാൻ 10ന് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാമിന്റെ കഥ പറയുമ്പോൾ, ഖുർആൻ പറയുമ്പോൾ, വെട്ടിമാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത, അടർത്തി മാറ്റപ്പെടാൻ കഴിയാത്ത പേരിന്റെ ഉടമയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. ജന്നത്തുൽ മുഅല്ലയിലെ ഒരു വെള്ള മതിലിന്റെ ഉള്ളിൽ മനോഹരമായി കിടന്നുറങ്ങുന്ന ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ ജബലുൻ നൂറിന്റെ മുകളിലേക്ക് കടന്നു പോവുകയാണ് ഖുർആനിനെ സ്വീകരിക്കാൻ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ വരവിനെയും കാത്തിങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹുവേ, ഒരു ദിവസം ഖുർആനെല്ലാം മുത്തുനബിക്ക് ലഭിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെല്ലാം ലഭിക്കുമ്പോൾ ജബലുൻ നൂറിന്റെ മുകളിൽ ഒരു ദിവസം നിൽക്കുമ്പോഴതാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ദിവസത്തിൽ 1 തവണ ജബലുൻ നൂറിന്റെ മലമുകളിലേക്ക് കയറി പോവുകയാണ്. 15 വയസ്സിന്റെ പ്രായമാറ്റമാണ് മുത്തുനബിയും ഖദീജ ബീവിയും ഉള്ളത്. അവിടുന്ന് കടന്നു പോകുമ്പോൾ ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഇന്നഹാ ഖദീജ, നബിയേ, കടന്നു വരുന്നത് ഖദീജയാ നബിയേ. ഫഖറ അലൈഹസ്സലാം, അല്ലാഹു സലാം പറഞ്ഞിരിക്കുകയാ. വമിന്നി യാ റസൂലല്ലാഹ്, എന്റെ സലാം ഒന്ന് പറ നബിയേ. വബശ്ശിർഹാ ബിൽ ജന്നah, സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് പറ നബിയേ. സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് പറ നബിയേ. ഇതങ്ങ് പറഞ്ഞപ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല കടന്നു വന്നപ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, അവിടുത്തെ കണ്ണുകൾ നിറയുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാ, മൈസറ എന്ന ഒരു അടിമ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മുത്തുനബിയെ ഖദീജ ബീവി ചേർത്ത് പിടിച്ചത്. എന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും താങ്ങായി തണലായി ഖദീജ കൂടെയുണ്ട് യാ റസൂലല്ലാഹ്.
പരിശുദ്ധ ഇസ്ലാമിന്റെ വിജയം ബദറെന്ന് നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ. ബദറാണ് ശരി തന്നെയാ. പക്ഷേ ഖദീജ ബീവി റളിയല്ലാഹു തആല ഇല്ലായിരുന്നെങ്കിലോ മുത്തുനബി തളർന്നു പോയേനെ. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധിയുടെ മുഴുവൻ ഘട്ടത്തിലും അല്ലാഹുവിന്റെ റസൂലിനെ ചേർത്ത് പിടിച്ചൊരു വനിതയുടെ പേര് ഖദീജ. ജബൽ നൂറിന്റെ മുകളിൽ നിന്ന് പനിച്ച് വിറച്ച് വന്ന മുത്തുനബിയോട് യുഖ്സികല്ലാഹു അബദാ ഇന്നക ലതസ്മുറു വതസ്തുഖൽ ഹദീദ് വതുഈൻ അലാ നവാഇബിൽ ദഹ്രി യാ റസൂലല്ലാഹ്. അങ്ങ് തളരല്ല നബിയേ, അങ്ങ് കരയല്ല നബിയേ, അങ്ങ് പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നവനാ, അങ്ങ് സത്യം പറയുന്നവനാ, അങ്ങ് എല്ലാവരെയും സഹായിക്കുന്നവനാ എന്ന് പറഞ്ഞു മുത്തുനബിയെ ചേർത്ത് പിടിച്ച് മുത്തുനബിക്ക് സ്വാന്തനം നൽകിയ മഹദി ഖദീജ. മുത്തുനബിയെ ചേർത്തു പിടിച്ചയാളാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് മഹദിയാണ്. പരിശുദ്ധ ഖുർആൻ പറയുമ്പോ മഹദിയുടെ പേര് പറയാതെ കഴിയില്ല. അല്ലാഹുവേ, അവസാനം ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വിട പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 3 വർഷത്തോളം മുത്തുനബിക്ക് ഉപരോധം നിലനിർത്തുകയാണ്. അങ്ങനെ പട്ടിണി കിടന്ന് ഭക്ഷണമില്ലാതെ വന്നപ്പോൾ പച്ച ഇലകൾ പോലും മുത്തുനബിയും സ്വഹാബികളും കഴിക്കുകയാണ്. അത് ഖദീജ ബീവിയും മുത്തുനബിയുടെ കൂടെ കഴിക്കുകയാണ്. വയറ് സംബന്ധമായ രോഗം കടന്നു വരികയാണ്. ഖദീജ ബീവി ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ മുത്തുനബിയെ അടുത്തേക്ക് വിളിക്കുകയാണ്. യാ റസൂലല്ലാഹ്, പോവുകയാ നബിയേ. ഖദീജ പോവുകയാ നബിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. ഫാത്തിമ ചെറിയ മോളാണ്. അങ്ങയുടെ സംരക്ഷണത്തിൽ പൊന്നുമോളെ വളർത്തണേ നബിയേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അങ്ങേക്ക് 25 വർഷത്തെ ഈ ദാമ്പത്യ ജീവിതത്തിനിടയിൽ അങ്ങ് എവിടെയെങ്കിലും വേദനിപ്പിച്ചോ യാ റസൂലല്ലാഹ്? പറഞ്ഞു. മുത്തുനബിക്ക് സങ്കടം വന്നിട്ട് പറഞ്ഞു, ഇല്ല ഖദീജ. മുത്തുനബിയും തിരിച്ചിതേ ചോദ്യം തന്നെയാണ്. ഇത് ചോദിച്ചപ്പോ കണ്ണ് നിറഞ്ഞിട്ട് ഖദീജ ബീവി പറഞ്ഞു, അങ്ങയുടെ ഈ മേൽമുണ്ടില്ലേ, ഈ മേൽമുണ്ട് എന്നെ കഫൻ ചെയ്യുമ്പോ അതിലൊന്നു വെക്കണം നബിയേ. കഫനാനി ഖദീജ. അല്ലാഹു ഉടനെ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് കഫൻ പുടവ കൊണ്ടുവരികയാണ്. മുത്തുനബിയുടെയും തട്ടവും വെക്കുകയാണ്. അങ്ങനെ ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം ദിവസങ്ങളോളം വെളിയിലിറങ്ങാതെ മുത്തുനബി വീടിന്റെ ഉള്ളിൽ തന്നെ കഴിയുകയാണ്. ആത്മബന്ധമായിരുന്നു. അതുകൊണ്ട് ഖുർആൻ പറയുമ്പോൾ, ഇസ്ലാമിനെ പറയുമ്പോൾ വലിയ ത്യാഗങ്ങൾ സഹിച്ചും സമ്പാദ്യം മുഴുവനും കൊടുത്തയാളാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് ഖിറാഅത്തുൽ ഖുർആൻ നന്നാകാനുള്ള ഒരു വഴി കൂടെയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനിലാകുമ്പോൾ അതിന് ഇരട്ടി പ്രതിഫലവും കൂടെ ലഭിക്കുന്ന ഒരു കാര്യം കൂടെയാണ് പരിശുദ്ധ ഖുർആൻ പാരായണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അൽ ബൈത്തുല്ലദി യുഖറഉ ഫീഹിൽ ഖുർആൻ യതറാഅ ലിഅഹ്ലി സമാ കമാ തതറാഅ അൻ-നുജൂമു ലിഅഹ്ലിൽ അർദ്. ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ മലക്കുകൾ ഈ ഭൂമിയിലേക്ക് നോക്കുന്ന സമയത്ത് നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന ചില വീടുകളുണ്ട്. വലിയ വീട് ചിലപ്പോൾ തിളങ്ങിക്കൊള്ളണമെന്നില്ല. നമ്മളൊക്കെ ചുറ്റുകൂടിൽ എന്ന് പറയുന്ന ആ വീട് തിളങ്ങും. അൽ ബൈത്തുല്ലദി യുഖറഉ ഫീഹിൽ ഖുർആൻ. ആ വീട് ഖുർആൻ ഓതുന്ന വീടാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഖുർആൻ ഓതാത്ത വീടിനെ, വീടിന്റെ ഉള്ളിൽ ഖുർആൻ ഓതാത്ത വീടിനെ എങ്ങനെയാണ്? അൽ ബൈത്തുല്ലദി ലാ യുഖറഉ ഫീഹിൽ ഖുർആൻ.
ഖുർആൻ ഓതാത്ത വീടിനെ ഉപമിക്കുന്നത് യദീഖു അലാ അഹ്ലിഹി, എന്നും ഇടങ്ങേറുണ്ടാവും. മാത്രമല്ല വയഖില്ലു ഖൈറുഹു വതഹ്ജുറുഹു മലായിക, എന്നും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടങ്ങൾ തീരാത്തൊരവസ്ഥയിലേക്ക് എത്തും. നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളിൽ ഖൈറില്ലാതെ ബറക്കത്തില്ലാതെ ഒരു കുടുസായ ജീവിതവുമായി മുന്നോട്ട് നമ്മൾ ചില ആളുകൾ പറഞ്ഞ 2 ലക്ഷം 3 ലക്ഷം മാസ വരുമാനമുള്ള ആളുകളാകും. പിന്നീട് അവരെ ഹിസ്റ്ററി എടുത്ത് ഇങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ വലിയ കടത്തിലായി. തൊട്ടടുത്ത് നമ്മൾ അയൽവാസിയിൽ 30,000 40,000 റുപ്യ മാസ ശമ്പളമുള്ള ആളാവും. അദ്ദേഹം വളരെ മനോഹരായി, ഇതിലേറെ ഭംഗിയായി, ഇതിലേറെ ആഡംബര സൗകര്യത്തോടുകൂടെ, ഭൗതിക സൗകര്യത്തോടുകൂടെ അദ്ദേഹം ജീവിക്കുന്നുണ്ടാകും. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടുന്നതിന്റെ പകുതിയിലേറെ മുക്കാലേറെ ഹോസ്പിറ്റലിലും അനുബന്ധ കാര്യങ്ങളിലും ചെലവഴിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ. അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുടുസായ ജീവിതം ഉണ്ടാക്കും. അവന്റെ ഖൈറുകളെ മുഴുവനും അള്ളാഹു കുറച്ചു കളയും. അള്ളാഹു നമുക്ക് ഖൈറ് നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആൻ ഓതുന്നതും ഹൃദയം നന്നാകാനുള്ള വഴിയാണ്. പിന്നെ പറഞ്ഞു നാവിനെ ദിക്ർ ചെല്ലുന്ന നാവ്, അള്ളാഹിനെ ഓർക്കുന്ന നാവ്, അള്ളാഹുവിനെ ഓർക്കുന്ന നാവും, അത് നമുക്ക് ഹൃദയം നന്നാകാനുള്ള വഴിയാണെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എങ്ങനെ ചെല്ലിയാലും പ്രതിഫലമുള്ള ഒരു ആരാധനയാണ്, ഒരു ദിക്റാണ് സ്വലാത്ത്. ഒരു സ്വലാത്ത് ചെല്ലുന്നതിലൂടെ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല നിഖില മേഖലയിലെ പ്രയാസങ്ങളും തീർന്നു കിട്ടുകയാണ്. അതിന് സ്വലാത്ത് ഒരു പരിഹാരമാണ്. ലോകത്ത് ഒരു അമലുമില്ല, ബാക്കി എല്ലാ അമലും നമ്മൾ റിയാ എന്ന നിലക്ക് 4 ആളെ കാണണം എന്ന് കരുതി പള്ളിക്ക് പോയി, ഖുർആൻ ഓതി, മറ്റു അനുബന്ധ കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ ചെയ്തു വേറൊരാൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തതെങ്കിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞു, അതിനെ മുഴുവനും പൊടി പടലങ്ങളാക്കി അള്ളാഹു കളയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. പരലോകത്ത് ആളുകളെ മുഴുവൻ വിളിക്കപ്പെടും. അവൻ എടുത്ത കിതാബ്, അവൻ ചെയ്ത അമലുകൾ മുഴുവൻ അവൻ ഇങ്ങനെ നിവർത്തി കൊടുക്കുമ്പോൾ കരുതും ഞാൻ സ്വർഗത്തിലാണ്. ആളുടെ കൺസെപ്റ്റിൽ ആൾ ഒരുപാട് ഖുർആൻ ഓതി, വർഷത്തിൽ 1, 2, 3 തവണ ഖത്മ പൂർത്തീകരിച്ചു, നിസ്കാരങ്ങൾ ഒന്നുമേ മുടക്കിയില്ല, മുമ്പും ശേഷവുമുള്ള മുഴുവൻ സുന്നത്തുകൾ നിർവഹിച്ചു, തറാവീഹ് മുടക്കിയില്ല, തഹജ്ജുദ് നിസ്കരിച്ചു, ഇതൊക്കെ ചെയ്തു. അദ്ദേഹം കരുതും സ്വർഗത്തിലാവും. തൊട്ടടുത്ത് വേറൊരുത്തം വരും, അവൻ ഫർദുകൾ ചെയ്തു, സുന്നത്ത് കൃത്യമായി നിർവഹിച്ചിട്ടില്ല, ഫർദുകൾ കൃത്യമായി നിർവഹിച്ചു, ആ മനുഷ്യൻ സ്വർഗത്തിലും ഈ പക്ഷേ ഇവൻ നരകത്തിലേക്കും പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതാണ് പറഞ്ഞത് അള്ളാഹു അവന്റെ ഇബാദത്തുകളെ മുഴുവൻ വേണ്ട. കാരണം അവൻ ഇബാദത്തുകൾ ചെയ്യുന്ന മുഴുവൻ സമയങ്ങളിലും വേറെ ആള് കാണണം കരുതിയിട്ടുണ്ട്. അപ്പോ ഒരാൾ കാണണമെന്ന് കരുതി ചെല്ലിയാലും അള്ളാഹു പ്രതിഫലം നൽകുന്ന ഒരു ആരാധനയാണ്, ഒരു ദിക്റാണ് സ്വലാത്ത്. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട്, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അള്ളാഹുവിനോട് മുബാശറത്തൻ ഡയറക്റ്റ് സംസാരിച്ച പ്രവാചകനാണ്. ചോദിക്കുന്നുണ്ട്, യാ മൂസ അതുഹിബ്ബു അൻ ലാ യനാലക മിൻ അത്ശി യൗമിൽ ഖിയാമ, യൗമിൽ ഖിയാമത്തിൽ എല്ലാവരും ഇടങ്ങറായി നിൽക്കുന്ന സമയത്ത്, ദാഹം നനഞ്ഞുകൊണ്ട് എല്ലാവരും നിൽക്കുമ്പോൾ അത് ഇല്ലാതിരിക്കണോ മൂസ? അല്ലാഹ് എനിക്കങ്ങനെ ആഗ്രഹമുണ്ട്. എന്നാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലണം, നാവിൽ സ്വലാത്ത് ആക്കണമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ ദുനിയാവിന്റെ മുഴുവൻ പ്രയാസങ്ങളും മുഴുവൻ വേദനകളും മാറുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു, സ്വഹാബത്തേ ലിഅന്നഹാ തുഫർജുൽ ഹുമൂമ വൽ ഖുറൂബ
വതുക്സിറുൽ അർസാഖ്. വേദനകളില്ലാതെയാവുകയാണ്, ഇടങ്ങേറില്ലാതെയാവുകയാണ്, പ്രയാസങ്ങളില്ലാതെയാവുകയാണ്. വതുക്സിറുൽ അർസാഖ്. റിസ്ഖ് അല്ലാഹു നൽകുകയാണ്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നത് മാത്രമല്ല, ഒരു സാമ്പത്തിക ഭദ്രത ലഭിക്കുകയാണ്, സാമ്പത്തികമായി ഭദ്രത ഉണ്ടാവുകയാണ്. ഒരു സ്വലാത്തിലൂടെയാണ് അള്ളാഹു ഈ പ്രതിഫലങ്ങൾ മുഴുവനും നൽകാൻ പോകുന്നത്. എന്നിട്ട് ദുനിയാവ് മുഴുവനും ഈ മനുഷ്യന് റാഹത്താവും. ഒരു മനുഷ്യന് ജീവിക്കാനുള്ളത്, ഒരു മനുഷ്യന് ജീവിക്കാൻ എത്ര ആവശ്യമാണ്? എനിക്ക് ജീവിക്കാനുള്ളത് പോലെ ആവൂലെ നമ്മൾ മറ്റു ഒരാളുകൾക്ക്, ഓരോരുത്തർക്കും ജീവിക്കാൻ എത്ര ആവശ്യമാണോ അതിനനുസരിച്ച് അല്ലാഹു ആ മനുഷ്യന് നൽകുകയാണ്. ഇതിൽ കഴിഞ്ഞ് എല്ലാവരും, നമ്മളെല്ലാവരും പോകുന്ന ലോകം ഖബറിന്റെ ലോകമാണ്. ആ ലോകത്തെ കുറിച്ച് പറഞ്ഞതിൽ എന്നെ കുറിച്ചാണ് ആദ്യം ചോദിക്കുക. സ്വലാത്ത് നാവിലുണ്ടോ? അവൻ അവിടെ രക്ഷപ്പെട്ടു. സഹാബത്തേ, ഖബർ കഴിഞ്ഞ് നമ്മൾ പോകുന്ന ലോകമാണ് മഹ്ശറയുടെ ലോകമെന്ന് പറഞ്ഞാൽ അവിടെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു 7 വിഭാഗം. ഒരു ഹദീസിലൂടെ മുത്തുനബി ഓർമ്മപ്പെടുത്തുന്നു. വേറൊരു ഹദീസിലൂടെ മുത്തുനബി പറയുന്നു, ആരാണോ സ്വലാത്ത് അധികം ചെല്ലുന്നത് അവന് അർശിന്റെ തണലുണ്ട്. സഹാബ, നമ്മളെല്ലാവരും പോകുന്ന ഒരു അരികിലാണ് ഹൗദുൽ കൗസർ കുടിക്കാൻ. പാലിനേക്കാൾ വെളുപ്പുള്ള വെള്ളമാണ് ആ വെള്ളം. ആരെങ്കിലും ആ വെള്ളത്തിൽ നിന്ന് കുറച്ചങ്ങ് കുടിച്ചു കഴിയുമ്പോ ദാഹമില്ലാത്തൊരു ലോകത്തേക്ക് ആ മനുഷ്യൻ കടന്നു പോകുന്ന വെള്ളമാണ്. ഇവിടെ മുത്തുനബി പറയുകയാണ്, സ്വഹാബത്തെ, ലയരിദന്ന അലയ്യ അഖ്വാമൻ മിൻ ഉമ്മത്തി ലാ അഅരിഫുഹും ബില്ലാഹി ബികസറത്തി സ്വലാത്തിഹിം അലയ്യ. ഉമ്മത്തിൽപ്പെട്ട ഒരുപാട് പേരിലേക്ക് എന്റെ അരികിലേക്ക് ഹൗദിന്റെ ചാര കടന്നു വരും. ഹൗദിന്റെ അരികിൽ വന്ന് ഞാൻ അവർക്ക് ഹൗദ് കൊടുത്തവർ കടന്നു പോവുകയാണ്. അവരെ ഒന്നും ഞാൻ തിരിച്ചറിയൂല. സഹാബാ, അവരെയൊന്നും എനിക്കറിയൂല. എന്നാൽ ഹൗദിന്റെ ചാര വരുമ്പോഴും മുത്തുനബി ചേർത്ത് പിടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവര് സ്വലാത്ത് ചൊല്ലുന്നവരാ. സ്വർഗത്തിലെത്തണമെങ്കിൽ നമ്മൾ സിറാത്ത് എന്ന് പറയുന്ന പാലം വിട്ട് കിടക്കണം. ഈ ഇടങ്ങർ പിടിച്ച പാലാണ് സിറാത്ത് എന്ന് പറയുന്ന പാലം. മിനിഞ്ഞാന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. സ്വഹാബത്തെ, ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ അവിടുന്ന് സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ വിട്ടുകിടക്കാൻ കഴിയാതെ ചെരിഞ്ഞും മറിഞ്ഞും ഇരുന്നും കിടന്നും പോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അത് ഈ മനുഷ്യൻ ബേജാറായി ഇടങ്ങറായി നിൽക്കുന്ന ഒരവസ്ഥയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മേലിൽ ഈ മനുഷ്യൻ ചൊല്ലിയ സ്വലാത്ത് കടന്നു വരിക. സിറാത്ത് പാലത്തിലൂടെ വിട്ടുകിടക്കുകയാണ്. ഇടിമിന്നൽ വേഗത്തിൽ ഈ മനുഷ്യൻ സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുകയാണ്. സഹാബ, സ്വലാത്ത് ചൊല്ലിയപ്പോൾ അല്ലാഹു അവൻക്ക് കൊടുത്ത പ്രതിഫലങ്ങൾ, ദുനിയാവ്, ഖബറ്, ഹൗദുൽ കൗസർ, സിറാത്ത് കടന്ന് സുഖലോക സ്വർഗ്ഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിവാറിലായി കഴിയാൻ കഴിയുന്ന ഒരു സൗഭാഗ്യം. അതാണ് നാവ്.
നാവ് പരിശുദ്ധ റമദാനിനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഖംസത്തുൻ യുഫ്തിർന സായിം. ഫിഖ്ഹിപരമായി നോമ്പ് മുറിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. മസ്അലപരമായി ഉസ്താദ് പറയും നോമ്പ് മുറിഞ്ഞിട്ടില്ല, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ആ മനുഷ്യൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സൗമിലി വഅന അജ്സി ബിഹി, നോമ്പെനിക്കാണ്. വേറെ ഒരു ആരാധനയും അല്ലാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്ത് പറഞ്ഞിട്ടില്ല, അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടില്ല. എനിക്കാണ് നോമ്പ്. വഅന അജ്സി ബിഹി, ഞാനാണ് പ്രതിഫലം നൽകുന്നതും എന്ന് പോലും പറയാത്ത വണ്ണമായ പ്രതിഫലമുള്ള ഒരു ആരാധനയാണ് നോമ്പ്. ഈ നോമ്പിന്റെ പ്രതിഫലത്തെ മുറിച്ചു കളയുമെന്നാണ് പറഞ്ഞത്. നോമ്പുകാരന്റെ പ്രതിഫലം മുറിഞ്ഞു പോകും. ഗീബത്താണ്, നമീമത്താണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഗീബത്ത് പറയുന്നവനാണ്, നമീമത്ത് പറയുന്നവനാണ്, പറയുന്നയാളാണ്. കള്ളസാക്ഷ്യം പറയുന്നയാളാണ്. ഈ 4 കാര്യവും നാവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒന്ന് ഗീബത്താണ്, ഒന്ന് നമീമത്താണ്, ഒന്ന് നുണ പറയലാണ്. ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുറാ, ചിലപ്പോ പറഞ്ഞാൽ ചെറിയ ഇടങ്ങറൊക്കെ ഉണ്ടാവും, ചെറിയ കയ്പൊക്കെ ഉണ്ടാവും. എന്നാലും പരമാവധി ഹക്ക് പറയുക. ഈ 4 കാര്യവും നാവുമായി ബന്ധപ്പെട്ടതാണ്. 5ാമത് പറഞ്ഞത് വികാരത്തോടുകൂടെ അന്യ ആളുകളിലേക്കുള്ള, അന്യ സ്ത്രീയിലേക്കുള്ള നോട്ടമാണ്. ഒരു കാര്യം മാത്രമാണ് കണ്ണുമായി ബന്ധപ്പെട്ടത്, ബാക്കി 4ഉം മനുഷ്യന്റെ നാവാണ്. ഒരാളെ നമ്മുടെ വേറെ ഏതെങ്കിലും നിലക്ക് നോയിച്ചാൽ നമുക്ക് പരിഹാരമുണ്ട്. കല്ലെടുത്തെറിഞ്ഞാലോ തല്ലിയാലോ പിടിച്ചാലോ ഒക്കെ പരിഹാരമുണ്ട്. ആ മനുഷ്യനെ മറക്കും ചെയ്യും. ചില ആളുകൾ നാവുകൊണ്ട് നോയിച്ചാൽ മറക്കാൻ കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് നാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് ആരാധനയല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറേ നിസ്കരിക്കലും, കുറെ നോമ്പ് നോൽക്കലും, ഹജ്ജ് ചെയ്യലും, സക്കാത്ത് കൊടുക്കലും മാത്രമേ അല്ല. ഇസ്ലാമിന്റെ പ്രധാന ഭാഗങ്ങളാണ്. അത് മാത്രമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിയാൽ തെറ്റിയിരിക്കുകയാണ് നമുക്ക്. ഇസ്ലാമിന്റെ മർമ്മപ്രധാനമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നാവ് മർമ്മപ്രധാനമാണ്. നാവിനെ നമ്മൾ കൃത്യമായി സൂക്ഷിക്കേണ്ട അവയം കൂടെയാണ്. അതിലേക്ക് മുത്തുനബി പലതവണയായി താക്കീത് നൽകിയ ഒരു ആയുധം കൂടെയാണ് നാവ്, അവയവം കൂടെയാണ് നാവ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ നാവിനെ സൂക്ഷിക്കണേ. നാവ് കൊണ്ട് നിങ്ങൾ ആരെയും വേദനിപ്പിക്കരുതേ, കുറ്റം പറയരുതേ, ഇടങ്ങറാക്കരുതേ, നിങ്ങൾ ഒരു കാര്യത്തിലേക്കും കടന്നു പോകരുതേ എന്ന് പരിശുദ്ധ ഇസ്ലാം. സ്വഹാബികൾ അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഉമർ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തമ്മിൽ ചെറിയൊരു കശപിശാണ്. ഉമർ തങ്ങളോട് ഈ വർത്താനം കഴിഞ്ഞപ്പോൾ അബൂബക്കർ തങ്ങളൊരു നിഷ്കളങ്കനാണ്, പാവഹൃദയമുള്ള ലോലഹൃദയമുള്ളയാളാണ്. ഉമറേ, എനിക്ക് പൊരുത്തപ്പെട്ടു തരൂ ഉമറേ. ഒന്നും പറയാതെ വന്നപ്പോൾ അബൂബക്കർ തങ്ങൾക്ക് സങ്കടം വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് പോയിട്ട് മുത്തുനബിയോട് അബൂബക്കർ തങ്ങൾ നടന്ന കാര്യം മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ഉമറാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമർ തങ്ങൾ കടന്നു വരുന്നത്. ഉമർ തങ്ങൾ കടന്നു വന്നപ്പോ മനോഹര മനോഞ്ജസമായ റോസാപ്പൂവിന്റെ ഇതളിനേക്കാൾ മനോഹര മനോഞ്ജസമായ ചുവപ്പ് വിടർന്ന മുഖമുള്ള മുത്തുനബിയുടെ നിറങ്ങ് മാറുകയാ. ദേഷ്യം വരാൻ തുടങ്ങിയപ്പോ അബൂബക്കർ തങ്ങൾ മുത്തുനബിയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കുഞ്ചു അതിലമു യാ റസൂലല്ലാഹ്. ഉമറൻ ഒന്നും പറയല്ല
പറഞ്ഞില്ലേ, ഞാനാണ് ഉമറിനെ പറഞ്ഞത്, ഉമർ എനിക്ക് പൊരുത്തപ്പെട്ടു തരും നബിയേ. തന്നെ ഉടനെ പൊരുത്തപ്പെടിപ്പിക്കണം. അതുകൊണ്ടാണ് നാവിനെ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് പറഞ്ഞു തരാൻ കാരണം. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചതെന്ന്. മുത്തുനബി എങ്ങനെയാണ് ജീവിച്ചു തീർത്തത്? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ നാവ് കൊണ്ട് വേദനിപ്പിച്ചപ്പോഴാണ് മുത്തുനബിക്ക് വലിയ വേദന വന്നത്. റസൂലിനോട് ഒരു ദിവസം പറഞ്ഞു, അബ്തറാണ്. അബ്തർ എന്ന് പറഞ്ഞാൽ പരമ്പരയില്ലാത്തയാളാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അങ്ങ് പരമ്പരയില്ലാത്തയാളല്ലയോ യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. മുത്തുനബി വീടിന്റെ ഉള്ളിൽ പോയി കലകടച്ചിരുന്ന് കരയാൻ തുടങ്ങുകയാണ്. അല്ലാഹുവേ, എന്റെ പരമ്പരയില്ലാത്തവനാണോ? അപ്പോഴാണ് സബബുന്നുസൂലാണ് ആയത്തിറങ്ങാനുള്ള കാരണമാണ്. കൗസറിന് പാനീയം എന്നൊരർത്ഥത്തിലേക്ക് അപ്പുറത്തേക്ക് കുറെ അർത്ഥങ്ങൾ ഉണ്ടെന്ന് മുഫസ്സിരീങ്ങൾ അവിടുന്ന് തഫ്സീറിൽ വ്യക്തമാക്കിയത് കാണാം. പരമ്പരയില്ലാത്ത ആളാണ്. ഇങ്ങനെ കളിയാക്കുമ്പോഴാണ് ലോകത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഒരു പരമ്പര മാത്രമാണ് പെണ്ണിലൂടെ നിലനിൽക്കുന്ന പരമ്പര, സ്ത്രീയിലൂടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയിലൂടെയാണ് മുത്തുനബിയുടെ പരമ്പര നിലനിൽക്കുന്നത്. ഹസനും ഹുസൈനും റളിയല്ലാഹു തആല അൻഹുമയിലൂടെയാണ് പരമ്പര നിലനിൽക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹുവിടെ സാന്ത്വനിപ്പിച്ചതാണ്. വേദനയിൽ നിന്നൊരു മാറ്റം നൽകിയതാണ് മുത്തുനബിക്ക്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന് ആൺകുഞ്ഞാതം ജനിക്കുന്നുണ്ട്. ഫാത്തിമ, ആയിഷ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുകയാണ്. കുറച്ച് ആദ്യം ഒരു ആൺകുഞ്ഞ് ജനിക്കുകയാണ്. അല്ലാഹുവേ, മുല കുടിക്കുന്ന പ്രായമാകുമ്പോൾ ഒരു ദിവസം ഖദീജ ബീവി റളിയല്ലാഹു തആല രാത്രി മുത്തുനബിയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. നബിയോട് വന്നു പറയുന്നു, നബിയേ, പൊന്നുമോ ലോകത്തുനിന്ന് വിട പറഞ്ഞു. യാ റസൂലല്ലാഹ്, ഇത് പറഞ്ഞപ്പോഴാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല കണ്ണുനീർ അല്ലാഹുവിന്റെ റസൂൽ തുടച്ചു കൊടുത്തിട്ട് ജഅലല്ലാഹു മുർദിഅൻ ഫിൽ ജന്നah, ആകാശലോകത്ത് അതിന്റെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോന മലക്കുകൾ മുലയൂട്ടുകയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് സ്വാന്തനത്തിന്റെ വർത്തമാനം പറഞ്ഞു. മുത്തുനബി അവിടെ സ്വാന്തനം നൽകുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന് ഒരു ആൺകുഞ്ഞ് ജനിക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന് ആൺകുഞ്ഞ് ജനിച്ചപ്പോൾ സഹാബികളുടെ അരികിലേക്ക് മുത്തുനബി ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, മോൻ ജനിച്ചിരിക്കുകയാണ്. മോന്റെ പേര് ഇബ്രാഹിം. വല്ലുപ്പയുടെ പേരായ ഇബ്രാഹിം എന്ന പൊന്നുമോന് പേര് വെക്കുകയാണ്. മുത്തുനബിക്ക് വലിയ സന്തോഷവും വലിയ സുഖവുമുള്ള ദിവസങ്ങളാണ്. മുഴുവൻ കിട്ടുമ്പോ മുഴുവനും ഇബ്രാഹിമിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. കുഞ്ഞുമോനാണ്. ആ കുഞ്ഞുമോനെ കളിപ്പിക്കാൻ അവിടെ മകന്റെ കൂടെ മുത്തുനബി ഒരുപാട് സമയം ഇങ്ങനെ ചെലവഴിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കണേ. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു ദിവസം മദീനയുടെ പള്ളിയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു സഹാബി ഓടി വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, നബിയേ,
ഇബ്രാഹിമിനെന്തോ ഇടങ്ങേറുമെന്തോ ഒരു പ്രയാസം കാണുകയാണ്. അങ്ങ് കടന്നു വരുമോ നബിയേ? മദീനയുടെ പള്ളിയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇബ്രാഹിം എന്ന പൊന്നുമോന്റെ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇബ്രാഹിമിന്റെ വീട്ടിലെത്തുമ്പോ മുത്തുനബിയുടെ പ്രിയപ്പെട്ട 1.5 വയസ്സുള്ള പൊന്നുമോൻ അതിന്റെ കയ്യിലേക്ക് ഇങ്ങനെ വാരിയെടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങിയ പൊന്നുമോനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കളിക്കാൻ തുടങ്ങിയ പൊന്നുമോനാണ്. അല്ലാഹുവിന്റെ റസൂൽ കയ്യിലേക്ക് വാരിയെടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലിരുന്നുകൊണ്ട് ഇബ്രാഹിമിന്റെ കണ്ണുകൾ മുഴുവൻ മേപ്പോട്ട് പോവുകയാണ്. ഇബ്രാഹിം ലോകത്തുനിന്ന് വിട പറഞ്ഞു പോവുകയാണ്. കരാത്ത മുത്തുനബിയാണ് 3 വർഷത്തോളം ശൈബ് അബീ താലിബിന്റെ മരഞ്ചെരുവിൽ മുത്തുനബിയെ പട്ടിണിക്കിടുകയാണ്. ഉഹദിലെ മുത്തുനബിയുടെ പല്ലുകൾ പൊട്ടുകയാണ്. ബദറിൽ അല്ലാഹുവിന്റെ റസൂൽ പാതിരാത്രി കിടന്നുറങ്ങാതെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. മക്കയിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഇടങ്ങേറാക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കരയാത്ത മുത്തുനബിയുടെ കണ്ണ് അല്ലാഹുവിന്റെ റസൂൽ 1.5 വയസ്സുള്ള പൊന്നുമോന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഉപ്പാട പൊന്നുമോ പോവുകയാണോ? ഉപ്പാട പൊന്നുമോ പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളിൽ ഇങ്ങനെ നിറയുകയാണ്. ഇതറിഞ്ഞപ്പോഴേക്കും അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും അലിയാർ തങ്ങളും മുഴുവനും മുത്തുനബിയുടെ അരികിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ മുഴുവൻ ആളുകളും ചേർത്ത് പിടിക്കുകയാണ്. കരയല്ലേ നബിയേ, അങ്ങ് കരയല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനെ ചേർത്ത് പിടിച്ച് കരയല്ലേ എന്ന് പറയുകയാണ്. സഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, അല്ലാഹു തന്നതാ, അല്ലാഹു തന്നെ കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മദീനയിലെ ജന്നത്തുൽ ബഖീൽ കടന്നു പോകുമ്പോ ആ പച്ച കൊട്ടയുടെ നേരെയാണ് ജന്നത്തുൽ ബഖീലിലേക്കുള്ള പ്രവേശന കവാടം. ജന്നത്തുൽ ബഖീലിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോ പോകുന്ന വഴിയിലൊരു സൈഡിൽ ഒരു ചെറിയ കബറ് കാണാം. ആ കബറ് മുത്തുനബിയുടെ 1.5 വയസ്സുള്ള ഇബ്രാഹിം എന്ന പൊന്നുമോന്റെ കബറാണ്. കബറിലേക്ക് ജന്നത്തുൽ ബഖീഇന്റെ കബറിലേക്ക് മുത്തുനബി തന്റെ പൊന്നുമോനെ കടന്നു വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഉപ്പാട കുട്ടി പോവുകയാണോ, ഉപ്പാട പൊന്നുമോ പോവുകയാണോ എന്ന സങ്കടത്തിന്റെ വർത്തമാനം പറഞ്ഞ് ജന്നത്തുൽ ബഖീഇന്റെ ആ ചെറിയ ഖബറിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോനെ ഇറക്കി വെക്കുകയാണ്. അവ മദീനയോട് ചേർന്ന് തന്നെയാണ് ആ ചെറിയ ഖബറുള്ളത്. അല്ലാഹുവേ, ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് നബിയേ അങ്ങ് സങ്കടപ്പെടല്ലേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പരയെ നിലനിർത്തിയിട്ട് മുത്തനബിക്ക് അവിടുന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നത് ജീവിതത്തിൽ ഇതുപോലെ പ്രയാസങ്ങൾ മാത്രം അനുഭവിച്ചൊരു നേതാവില്ല. അതുകൊണ്ടല്ലയോ മദീനയുടെ ബിൽഡിംഗ് നിർമ്മാണം അത്ര മനോഹരമല്ല, അതിനേക്കാൾ മനോഹരമായ മനോഹരമായ ബിൽഡിംഗ് നിർമ്മാണങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മുഗൾ ചക്രവർത്തിമാർ നിർമ്മിച്ച താജ്മഹൽ, കുത്തുബ് മിനാർ,
തുടങ്ങിയ അവിടുന്ന് എത്രയോ ഇതിനേക്കാളും മനോഹരമായ ബിൽഡിംഗ് നിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ നിലനിൽക്കുകയാണ്. ജിയോഗ്രഫിക്കലി ഭൂമിശാസ്ത്രപരമായും മദീനക്കത്ര മഹത്വമില്ല. പക്ഷേ ഇതിനെല്ലാം മറികടന്ന് വിശ്വാസി ലോകം പാപസലാമിലൂടെ പോയി പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ് പറഞ്ഞതുപോലെ അല്ലാഹു ഞാൻ അവസാനിപ്പിക്കാനാകുമ്പോഴത്തേനും സിഗ്നലിലൂടെയാണ് കറണ്ട് പോയിരുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പോ മദീനയേക്കാൾ എത്രയോ മനോഹരായതുണ്ട്. പക്ഷേ മദീന മഹത്തമാകാൻ കാരണം മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ മുഴുവനും നന്നാക്കിക്കൊണ്ട് മദീനയിൽ പോകാത്തവർക്ക് ഒരു തവണയെങ്കിലും പോകാനുള്ള ഭാഗ്യം സബബാക്കണേ തമ്പുരാനെ. പരിശുദ്ധമായ പരിപാവനമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹൃദയം നന്നായി തുടർന്നുള്ള ആരാധനകൾ ചെയ്യുമ്പോഴാണ് അല്ലാഹു നമ്മളെ സ്വീകരിക്കുന്നത്. അല്ലാഹുവേ, നമ്മുടെ മുഴുവൻ ആരാധനകളും നീ കബൂലാക്കണേ തമ്പുരാനെ. ഒരുപാട് അപാകതകളുണ്ട്, മുഴുവനും പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാഹ്. ഖൈറ് നൽകണേ അല്ലാഹ്. ഒരുപാട് മുൻഗാമികളായ ഞങ്ങളുടെ ആളുകളിൽ നാറടി മണ്ണിലാണ്. അവരുടെ മണ്ണറ നീ മണിയാക്കണേ നാഥാ. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ചെറുസംഘത്തെ നീ കബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്ത മഹല്ലാണ്. ഇനിയും ഉത്തരോത്തരം നല്ല ഹൈറായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. മുന്നേറാൻ ഈ മഹല്ലിനെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്കൊരു ഫാത്തിഹ ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് പിരിയും. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العظيم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ റബ്ബേ, നമ്മളെ കൂടുതലും പിരിയണം നീ ഇഷ്ടപ്പെട്ടതാക്കി മാറ്റുമാറാകണേ തമ്പുരാനെ. ഇതിലും സന്തോഷത്തിൽ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒന്നിപ്പിക്കണേ അല്ലാഹ്. മുഴുവൻ അപാകതകളും പരിഹരിച്ചു കൂടിയ സൂറത്തുകള് സ്വലാത്തുകളും മുഴുവൻ ലോകത്തിന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവിടുത്തെ സ്വഹാബത്തിന്റെ അവിടുത്തെ മുഴുവൻ അഹ്ലുകാരിലേക്കും എത്തിക്കണേ അല്ലാഹ്. തബഅത്താബിഈങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മശാരിഖ് മഗാരിബിന്റെ ഇടയിലുള്ള മുഴുവൻ സ്വാലിഹീങ്ങളിലേക്കും എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ നീ ഖബൂലാക്കണേ തമ്പുരാനെ. പടച്ചവനെ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പലവരുടെയും ഉപ്പയും ഉമ്മയും ആറടി മണ്ണിലാണ്. ആ ഖബർ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ആ മണ്ണറ നീ മണിയറയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അറിഞ്ഞു ചെയ്തതുണ്ട്, അറിയാതെ ചെയ്തതുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്, രഹസ്യമായതുണ്ട്, പരസ്യമായതുണ്ട്. സിട്ടാവായ റബ്ബേ, മഗ്ഫിറത്തിന്റെ പത്തി ഒരുപാട് ആളുകൾക്ക് ദോഷങ്ങളെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന മാസമാണ്, 10 അല്ലാഹ്. ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊരുത്തപ്പെട്ട് ശിഷ്ടകാലം നിനക്ക് വേണ്ടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പല ജാതി രോഗങ്ങളുള്ളവരുണ്ട് റബ്ബേ. രോഗങ്ങൾക്ക് മുഴുവനും നീ ശിഫ നൽകണേ അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ, കിഡ്നി തകരാറ്, ഹാർട്ടിന് തകരാറ് പോലത്തെ രോഗങ്ങൾ നൽകി ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ പരീക്ഷിക്കരുതേ തമ്പുരാനെ. അല്ലാഹുവേ, പരീക്ഷണങ്ങൾ നൽകുന്ന സമയങ്ങളിൽ താങ്ങാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ നൽകണേ നാഥാ. അതിനും അപ്പുറമുള്ള പരീക്ഷണങ്ങൾ നൽകരുതേ നാഥാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ ഇരു ലോകത്തും വിജയിക്കുന്ന മക്കളെ നൽകണേ തമ്പുരാനെ. കടങ്ങളുള്ളവരുണ്ട്, അവരുടെ കടങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് നല്ല ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ അനുബന്ധ പ്രവർത്തനങ്ങളിലും നീ ഖൈറ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, മഹല്ലിന്റെ നിവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖൈറ് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. റിസ്ഖ് നീ വിശാലത നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുൻഗാമികൾ ഒരുപാട് പേര് ആറടി മണ്ണിലാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. കഴിഞ്ഞ വർഷം വരെ മുൻ വർഷങ്ങളിലെല്ലാം ഇതുപോലെ ഒരുമിച്ച പലരും ഇന്ന് ആറടി മണ്ണിലാണ്. റബ്ബേ, ഖബർ നീ സ്വർഗ്ഗമാക്കുന്നതാ. ആരെല്ലാം ഈ മഹല്ലിന്റെ ഖബർസ്ഥാനിൽ എന്തുറങ്ങുന്നു അവരെ ഖബർ സ്വർഗ്ഗമാക്കുന്നതാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെല്ലാം എക്സാമിന് അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഉന്നത വിജയം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, മഹല്ലിന്റെ ഖതീബ് ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, മഹല്ലിന്റെ ഭാരവാഹികളെ, കമ്മിറ്റി ഭാരവാഹികളെ നീ ഖൈറ് നൽകണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. നാടിന്റെ ഐക്യമെന്നും നീ നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ നീ ഖബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ,
അല്ലാഹുവേ മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് മഹാന്മാരുടെ സദസ്സിൽ നിങ്ങളെ റൂഹ് കൊണ്ടുപോകണേ അല്ലാഹ്. പഠിച്ചവനെ അല്ലാഹുവേ, ഞങ്ങൾ പലരെയും കുറ്റം പറഞ്ഞവരാണ്, ചീത്ത വിളിച്ചവരാണ്, പല നിലക്കും പല രീതിയിലും ബുദ്ധിമുട്ടിപ്പിച്ചവരാണ്. ഞങ്ങൾ ആരോടൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തവരുണ്ടെങ്കിൽ അവരോട് മുഴുവനും പോയി പൊരുത്തം ചോദിച്ചു ഒരു പാതിരാത്രിയുടെ നിശബ്ദതയിൽ ചെയ്തു പോയ തെറ്റു മുഴുവനും നിന്നോട് ഏറ്റുപറഞ്ഞ് നല്ല സ്ഥലത്ത് നല്ല സമയത്ത് അല്ലാഹുവേ ഒരു ഉമ്മ പ്രസവിച്ച മകനെ പോലെ മകളെ പോലെ യാത്രയാക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. റമദാൻ അനുകൂലമാക്കണേ അല്ലാഹ്. റയ്യാൻ എന്ന് പറയുന്ന കവാടം ഈ നോമ്പുകാരൻ ഞങ്ങൾക്ക് വേണ്ട റബ്ബേ എന്ന് പറഞ്ഞു വിളിച്ചത് എന്നൊരു വിഭാഗത്തിൽ നിങ്ങൾ നീ ഉൾപ്പെടുത്തരുതേ തമ്പുരാനെ. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാഹ്. ഖബർ നന്നാക്കണേ അല്ലാഹ്. മഹ്ശർ നന്നാക്കണേ അല്ലാഹ്. ഹൗദുൽ കൗസർ നൽകണേ അല്ലാഹ്. സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ വിട്ടുകിടന്ന് മുത്തനബിയോടുകൂടെ സ്വർഗ്ഗത്തിൽ ഒന്നിപ്പിക്കണേ നാഥാ. അല്ലാഹുവേ മഹല്ലിന്റെ മദ്രസയുടെ പ്രവർത്തനത്തിന് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. ആരെല്ലാം ഇതുവരെ ഇതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളെ സഹായിച്ചോ അവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഇനി ആരെല്ലാം അതിനെ സഹായിക്കുന്നുവോ അവരെ നീ സഹായിക്കണേ നാഥാ. ഇവിടുത്തെ ഉമ്മമാരെ സഹോദരിമാരെ മുഴുവൻ അനുഗ്രഹിക്കണേ അല്ലാഹ്. സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. പഠിച്ചവനെ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. اللهم طول أعمارنا مع الصحة والعافية يا رب العالمين. اللهم طهر قلوبنا من الأمراض القلوب يا رب العالمين. ربنا تقبل منا دعاءنا وسائر أعمالنا يا رب العالمين. آمين آمين برحمتك يا أرحم الراحمين بحق لا سيدنا محمد صلى الله عليه وسلم.